നമ്മുടെ നിഖിലണ്ണനും അശ്വിനും തിരിച്ച് നാട്ടിലോട്ട് കുറച്ച് ദിവസത്തേക്ക് പോവുകയാണ്. പോയിട്ട് തിരിച്ചു വരും. അപ്പം ഫുൾ പാക്ക് ചെയ്ത് നിൽപ്പുണ്ട്. അപ്പം നമുക്ക് വേറെ കുറച്ച് പരിപാടിയുണ്ട് കൊണ്ടാക്കിയിട്ട്. കൊച്ചിയിലെ കൊല്ലത്ത് ഹാർബർ വരെയാണ് പോകുന്നത് കേട്ടോ. ഹാർബറിൽ പോകേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ നമ്മുടെ അശ്വിനെ റെയിൽവേ സ്റ്റേഷൻ ആക്കണം, നിഖിലണ്ണനെ ആറുമുറി കട ആക്കണം. അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട്. അപ്പോൾ നമ്മുടെ കാറിനകത്തോട്ട് നമുക്ക് അങ്ങോട്ട് പോകാം. ഓക്കെ ഗൈസ്, ഇപ്പോൾ നമുക്ക് പോകാനുള്ള തയ്യാറെടുക്കാം. അങ്ങനെ നമ്മൾ ആറുമുറി കട എത്തിയിട്ടുണ്ട്. നമ്മുടെ നിഖിലണ്ണ ഇറങ്ങുകയാണ്. നാട്ടിലോട്ട് പോകണം. ഞാൻ ഉണ്ടാവില്ല, ദുബായിലുണ്ടാവും. ഓക്കെ ബൈ, കാണാം കേട്ടോ. വിളിച്ചാൽ ഞാൻ വരാം. ഫ്ലൈറ്റ് എത്ര ഉണ്ടാവും ഇങ്ങനെ. ഓക്കേടാ, ഓക്കെ ഓക്കെ. വണ്ടി എടുക്കോ. അങ്ങനെ ഞങ്ങള് കടപ്പാക്കട എത്തിയിരിക്കുക. പാട്ടൊക്കെ പാടിയിട്ട് പാട്ട് പാടി സമയം പോയത് അറിഞ്ഞില്ല. 4:50 ട്രെയിൻ, 4:48 നമ്മൾ കടപ്പാക്കട എത്തിയുള്ളൂ. ഓക്കെ, ട്രെയിൻ കിട്ടും എന്താ 6 മണിക്കത്തെ ട്രെയിൻ കിട്ടത്തില്ല എനിക്ക്. ഓ ഓക്കെ, അത്ര നേരം അവിടെ നിന്നു. വേറെ ചെയ്യാൻ ഓക്കെ. റെയിൽവേ സ്റ്റേഷനായി ഇറങ്ങുന്നില്ലയോ? അല്ല, JCB-ക്കകത്ത് കയറ്റി വിടാം. എന്റെ അക്കെന്ന് പറഞ്ഞേ എന്നെ അല്ല വണ്ടിയുടെ. നല്ല രസമുണ്ടല്ലേ കാണാൻ? അതെ, നേരത്തെ ഇവിടെ എന്തൊക്കെ ഉണ്ടായിരുന്നു, അതിനകത്തില്ല ഫുഡ് ഉണ്ടായിരുന്നില്ല. അന്നേരം കാണാൻ കുറച്ചുകൂടെ ഭംഗിയായിരുന്നു. പക്ഷേ സഞ്ജു ടെക്കയുടെ വിഷയം വന്നതിന് ശേഷം അതെല്ലാം ഇളക്കി മാറ്റി. കാരണം MBD സീന വെറുതെ എൻ്റെ കയ്യിൽ ആപ്പാടെ പൈസ ഇല്ല. ഈ MBDയുടെ ബുക്ക് കുറച്ചുകൂടെ പ്രശ്നം ഉണ്ടാകുമെന്ന് വിചാരിച്ചു. യെസ്, അതല്ലേ അണ്ണാ ഞാൻ എന്താ പറഞ്ഞുകൊണ്ടിരുന്നേ? ആ, അപ്പം അവർ അതെല്ലാം കറക്റ്റായില്ലേ? അജീഷനെ പറ്റി പറഞ്ഞ അജീഷനെ കേട്ടിട്ടാണ്, കുഴപ്പമില്ല, അതെല്ലാം കറക്റ്റാണ് പറഞ്ഞോണ്ടേ. എല്ലാവരും എൻ്റെ കല്യാണത്തിന് വരണം. പിന്നെ പറയാം. എന്താണ് കഴിക്കുന്നത്? ഇത് ബ്രെഡ് റോസ്റ്റ്, പാൽബണ്ണ്, ചായക്കട നിയർ നീണ്ടകര. അതൊക്കെയുള്ള അവർ പറഞ്ഞത് എന്തുവാ, നീണ്ടകര ഹാർബറിലോട്ട് വരാം. നമുക്കറിയാം, നമ്മൾ സ്ഥിരമായിട്ട് അവിടെ വരുന്നേ ഇല്ലേ, ശക്തികുളങ്ങര ഹാർബർ, അജീഷനായിട്ട് മീൻ പിടിക്കാൻ. അപ്പോൾ ഇവിടെ പറ്റത്തില്ലെന്നുള്ള കാര്യം നമുക്കറിയാമല്ലേ. അല്ല, അവിടെ പറ്റത്തില്ലെന്നുള്ള കാര്യം. അതുകൊണ്ട് ഞങ്ങൾ ചായ കുടിച്ചുകൊണ്ട് ഇന്നപ്പോഴത്തെ അവർ വിളിച്ചിട്ട് പറഞ്ഞു അവിടെ പറ്റത്തില്ല, അവിടെ പാസ്സൊക്കെ എടുക്കണമെന്ന്. അപ്പോൾ ഇവർ വന്നു. ഇവിടെ ചെറിയൊരു ഫോട്ടോഷൂട്ടൊക്കെ നടക്കുന്നു. ഇത് കണ്ടപ്പോൾ നമ്മുടെ പഴയ RC ഓർമ്മ വന്നു കേട്ടോ, ചെറുക്കനെ. ഞാൻ വന്നപ്പോൾ കണ്ണാടി അടിച്ച് മാറ്റിയിട്ടുണ്ട്. പോകുമ്പോൾ തിരിച്ചു കൊടുക്കണം കേട്ടോ. ഇപ്പോഴത്തേക്ക് തന്നെ ഫോട്ടോ എടുക്കാൻ വേണ്ടി തന്നെ, പക്ഷെ ഫോട്ടോ എടുത്തിട്ട് വലിയ രസമില്ലായിരുന്നു. നോക്കാം നെക്സ്റ്റ്. കേട്ടോ, നമ്മളിപ്പം ബേസ് മോഡലായിട്ട് കിടക്കുക. നമുക്കും MBD ഒക്കെ ഒരു ഇച്ചിരി ക്ലീനൊക്കെ ആയിട്ട് നമുക്ക് സെറ്റാക്കി ഇറക്കാം. ഓക്കെ, നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് അനൂപണ്ണം വന്നായിരുന്നു. അതെ, അനൂപൻ്റെ അടുത്ത് പറഞ്ഞ് മേടി പോയി ചൂണ്ട മേടിച്ചോണ്ടിരും. അങ്ങനെ ഞങ്ങൾ ചൂണ്ട മേടിച്ചുകൊണ്ട് വന്ന് സ്ഥിരം പരിപാടി. എന്താണ് പരിപാടി? ഞങ്ങളിപ്പോൾ ഇവിടെ മുട്ട കാച്ചാൻ പോകും. മുട്ട കാച്ചാൻ പോകുന്നത് കേട്ടോ. കൗണ്ടിടാൻ പറ്റിയില്ല, ഒത്തില്ല. ഇപ്പോൾ ചൂണ്ടിടാൻ പോകുന്നു. 10 രൂപയുടെ മീൻ പോലും കിട്ടത്തില്ല. പക്ഷെ 100, 150, 200 രൂപ എടുത്ത് എത്ര രൂപയാണ് സാധനം? 100 രൂപയുടെ സാധനങ്ങൾ ഇപ്പം മീന് ഫുഡ് കൊടുക്കാൻ വേണ്ടി വന്നേ. എൻ്റെ കൊഞ്ചുണ്ട്. പിന്നെ ഒന്നും കിട്ടില്ലെങ്കിൽ ഇതിന് ഇടാൻ വേണ്ടിയിട്ട് കൊഞ്ചും കൊണ്ട് വീട്ടിൽ പോകും. അജീഷണ്ണ എത്ര മീനെ പിടിക്കും? ഞാനൊരു
10. ഓ അനിമണ്ണ എത്ര മീനെ പിടിക്കും? ഞാനല്ല ഇന്ന് അപ്പം ഞാനും. ഓക്കെ ഗൈസ്, അങ്ങനെയാണ് ഫസ്റ്റ് മീനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ സാധാരണ അജീഷണ്ണ ആയിരുന്നു എല്ലാ റൗണ്ട്. അജീഷണ്ണ ഈ പരിപാടി അറിയത്തില്ല, മറ്റേത് അറിയത്തുള്ളൂ. അതുകൊണ്ട് നമ്മുടെ സ്ഥിരം സാധനം ചെയ്തത് നമുക്ക് ചൂണ്ടയൊന്നും ഇല്ലാത്തതുകൊണ്ട് വാ അനിമണ്ണ അങ്ങനെ കൈ കൊള്ളാൻ നോക്കണേ. ഇവിടുത്തെ മീനുകൾ ഏതാണെന്ന് അറിയത്തില്ല, കൈയൊക്കെ കൊള്ളുന്ന സാധനം കാണും. കൈ കൊള്ളുമെന്ന് നോക്കണേ, മുള്ളൊക്കെ ഉണ്ടെങ്കിൽ. പോയി കളിമീൻ അങ്ങനെ ഞങ്ങള് മീൻ പിടിച്ച് നിന്ന് ഒരു ഏകദേശം 9:30 കേട്ടോ. 9:30 വരെ അവിടെ കുത്തിയിരുന്നത്. എത്ര മീൻ കിട്ടി? മീൻ 7-8 അതിനകത്ത് വലുത് 2 കിട്ടിയുള്ളൂ, ബാക്കിയെല്ലാം കൂലികളാ. അല്ല ഈ വട്ടം അവിടെ വന്നവരെല്ലാം പറഞ്ഞു ഈ വട്ടം കുറവായിരുന്നു മീൻ കുറവായിരുന്നു. അങ്ങനെ ഞങ്ങളത് കഴിഞ്ഞിട്ട് അനൂപണ്ണം വന്നായിരുന്നു. കണ്ടേ, നേരത്തെ പറഞ്ഞതല്ലേ, അനൂപണ്ണം തിരിച്ച് വീട്ടിലോട്ട് പോകുന്നു, ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോകുന്നു. ഓക്കെ, ഞങ്ങൾക്ക് ഇതുവഴി പോകാന്നുള്ളത് പറഞ്ഞു തന്നെ. അപ്പം നമുക്കിനി വീട്ടിൽ നിന്നിട്ട് കാണാം. ഓക്കെ ബൈ. തരത്തില്ല, നല്ല ടേസ്റ്റ്.